അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദന്മാർ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സുന്ദരമായ അൽ മുറാഫിഖ് എന്ന ഈ വേദിയിൽ എത്തിക്കൽ ജേർണലിസം പരിധികൾ ലംഘിക്കുന്ന മാധ്യമങ്ങൾ എന്നതാണ് പ്രതിപാദ്യ വിഷയം. മീഡിയ ഈസ് ദ മിറർ ഓഫ് സൊസൈറ്റി. മാധ്യമങ്ങളെ സമൂഹത്തിന്റെ കണ്ണാടികളായിട്ടാണ് വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ടായിരിക്കാം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സൺ മാധ്യമങ്ങളില്ലാത്ത ഗവൺമെന്റിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഗവൺമെന്റ് ഇല്ലാത്ത മാധ്യമങ്ങളെയാണെന്ന് അഭിപ്രായപ്പെട്ടതും, ഏകാധിപതിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ബയനറ്റിനേക്കാൾ താൻ ഭയപ്പെടുന്നത് മാധ്യമങ്ങളെയാണെന്ന് പ്രസ്താവിച്ചു. എന്താണ് യഥാർത്ഥമായ മാധ്യമധർമ്മം? ജനങ്ങളുടെ പ്രശ്ന പ്രതിസന്ധികളെ സമൂഹത്തിലേക്ക് അറിയിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് മാധ്യമങ്ങൾക്കുള്ളത്. എന്നാൽ പുതിയ കാലത്ത് സാമ്രാജ്യത്തിന്റെ കുഴലൂത്തുകാരായ മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ ആശയപ്രചാരകരാവുകയും കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൈക്കോളജി എന്ന പുസ്തകത്തിൽ കൊമ്പർട്ടോ ഒക്കെ പറയുന്നുണ്ട്, ചോസന വസ്തുക്കളാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. മാധ്യമധർമ്മങ്ങളെ കുറിച്ച് ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ വലിയ ഒരു ചോദ്യം വാക്യാണ്. ഫലസ്തീൻ പോലെയുള്ള സാമ്രാജ്യത്തിന്റെ ചങ്ങാലകളിൽ ഞെറിഞ്ഞു വരുന്ന രാജ്യങ്ങൾ, അമേരിക്കൻ പോലെയുള്ള വെങ്കട രാഷ്ട്രങ്ങൾ നടത്തുന്ന സൈനിക വിന്യാസത്തെ ആ രാജ്യങ്ങളുടെ വിമോചനത്തിനായും അവരുടെ രക്ഷയ്ക്കായും അവരോധിക്കപ്പെടുമ്പോൾ, അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ ഫലസ്തീൻ ജനതയുടെ പോരാട്ടത്തെ, അവരുടെ പ്രതിഷേധത്തെ ചിത്രീകരിക്കുന്നത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പട്ടികയിൽ എഴുതി ചേർത്തുകൊണ്ടാണ്. 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട സമയത്ത് ഏതോ ഒരു ആഘോഷ പരിപാടിയിൽ അഫ്ഗാൻ ജനത പങ്കെടുത്തപ്പോൾ അതിനെ ചിത്രീകരിച്ച് അമേരിക്കയുടെ പ്രമുഖ മാധ്യമങ്ങളായ വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ക്യാപ്ഷൻ കൊടുത്തത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ ദുഃഖം അഫ്ഗാനിനെ ആഘോഷിക്കുന്നു എന്നുള്ള ന്യൂനത മാത്രം പിടിച്ചു വീടുന്ന മാധ്യമങ്ങൾ സമൂഹത്തിലേക്ക് വരുത്തി തീർക്കുന്ന ദുരന്തങ്ങൾ എത്ര വലുതാണെന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടനിന്റെ ആഭിമുഖ്യത്തിലുള്ള സെന്റർ ഓഫ് മീഡിയ മോണിറ്ററിംഗ് ബ്രിട്ടൻ മാധ്യമങ്ങളിലെ മുസ്ലിം വിരുദ്ധ നടത്തിയ പഠനത്തില് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു സത്യമുണ്ട്. 2018 ഒക്ടോബറിനും 2019 സെപ്റ്റംബറിനും ഇടയിലുള്ള 48,000 ഓൺലൈൻ ലേഖനങ്ങളും 5,500 TV ക്ലിപ്പുകളും മുസ്ലിം വിരുദ്ധയെ കുറിച്ച് നടത്തിയ പഠനത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞ ഒരു സത്യമുണ്ട്. 60% ഓൺലൈൻ ലേഖനങ്ങളും 47% TV ക്ലിപ്പുകളും മുസ്ലിം വിരുദ്ധയെ കുത്തിച്ചേർക്കുന്നത് മുസ്ലിമീങ്ങളെ പ്രതിസ്ഥാനത്ത് അവരോധിച്ച് സമൂഹത്തിൽ ഇസ്ലാം പേടി വളർത്തുക എന്നൊരു ദൗത്യമാണ് പുതിയ കാലത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. സാമ്രാജ്യത്തിന്റെ കുഴലൂത്തുകാരെ മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ ആശയപ്രചരണത്തിന് വേണ്ടിയല്ലാതെ പ്രവർത്തിച്ചിട്ടില്ല. പാരമ്പര്യത്തിന്റെ കഥകൾ പറയുന്ന മുത്തശ്ശി പത്രങ്ങൾ പോലും ന്യൂനപ്രചരണത്തിന് രക്ഷപ്പെട്ടിട്ടില്ലെന്ന വാർത്ത വളരെ ശോചനാവസ്ഥയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണായി അറിയപ്പെടുന്ന മാധ്യമങ്ങൾ താങ്കളുടെ യഥാർത്ഥ മാധ്യമം തിരിച്ച് അറിയപ്പെടുന്നതുവരെ ഈ രാജ്യം ഒരിക്കലും സ്വസ്ഥതയോട് കണ്ണെടുക്കുമെന്ന് നാം വിചാരിക്കേണ്ടതില്ല. താങ്കളുടെ യഥാർത്ഥ മാധ്യമ ധർമ്മം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഈ സമൂഹത്തിലേക്ക് ചെയ്തു തീർക്കേണ്ട ഏറ്റവും വലിയൊരു ധർമ്മം മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആവേശകരമായ മലയാള പ്രസംഗം